പ്രിയമുള്ളവരെ, സ്കൂളുകളിലെ സമയമാറ്റത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ ഇപ്പോൾ കാണുന്നുണ്ട്. സമയമാറ്റം നിലവിൽ വന്നുവോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ എനിക്കില്ല. എങ്കിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഈ സമയമാറ്റം വരുത്തുന്നതുകൊണ്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നിലവിലുള്ള സമയം തന്നെ ധാരാളമാണ്. ചില സ്കൂളുകാരാണെങ്കിൽ ഞായറാഴ്ച കൂടെ പഠിപ്പിക്കാൻ കിട്ടിയാൽ കൊള്ളാം എന്ന വിധത്തിലാണ്. എന്തിനാണ് ഇത്രയും വെപ്രാളം പിടിക്കുന്നത്? ഈ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക. അവരുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റോടുകൂടി അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുക. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുക. പിന്നെ സിലബസിൽ അനാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഓരോ പ്രായത്തിനും തക്കതായ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, അവർ പഠിച്ചാൽ പോരെ. ആ വിധത്തിൽ ലഘുവായ രീതിയിൽ എന്നും പറഞ്ഞ് ഒട്ടും ഒന്നും പഠിപ്പിക്കേണ്ട എന്നല്ല, ഈ സിലബസ് തയ്യാറാക്കിയ പഠനസമിതിയിലെ ആൾക്കാരെ അവഹേളിക്കുകയുമല്ല. ചില പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും, എന്തിനാണ് ഇതിന് മാത്രം ഈ കുഞ്ഞുങ്ങളെ ഇട്ട് പഠിപ്പിക്കുന്നതെന്ന് ഓർത്തു പോകും. ഈ കുഞ്ഞുങ്ങളൊന്നും തന്നെ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുവാണോ ഒന്നും തന്നെ അറിയുന്നുമില്ല. ഈ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയായിരിക്കും നല്ലത്. ഈ ഉള്ള സമയം തന്നെ ധാരാളമാണ്. കുട്ടികളും അധ്യാപകരും സ്കൂളുകൾ കംഫർട്ടാണോ, ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ. എവിടെ നിങ്ങൾ കംഫർട്ടാണെങ്കിൽ ഇവരുടെ പഠനത്തിലും പഠിപ്പിക്കുന്ന രീതിയിലും ഒന്ന് ഈസി ആയിക്കൊള്ളും. അപ്പോൾ തന്നെ കാണാം ആ മാറ്റങ്ങൾ. ഇത് ഒന്ന് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ ഇടവേളകൾ കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് വൈകുന്നേരം വീടുകളിലെത്തുന്നിടം വരെ ശ്വാസം മുട്ടി പിടിച്ചിരിക്കുന്ന പിള്ളേരുണ്ട്, അധ്യാപകരുണ്ട്. കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഒരേ രീതിയിൽ ഇങ്ങനെ പീഡിപ്പിക്കുന്ന പ്രവണതകൾ മാറ്റി ഇവരെയൊക്കെ ഒരേ രീതിയിൽ കംഫർട്ടാക്കി ആരെയും ഭയപ്പെടുത്താതെ പേടിപ്പിക്കാതെ പഠനമാണിത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കട്ടെ. പഠിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അധ്യാപകർക്കുണ്ടാകട്ടെ. മണിക്കൂറുകൾ വീണ്ടും നീട്ടുന്നതിലൊരു അർത്ഥവുമില്ല. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇത് അവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർക്ക്, ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള ധൈര്യമുണ്ട്. ഇത് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകയ്ക്ക് എന്നെപ്പോലെ ഇതുപോലെ വന്നിരുന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അടുത്ത ദിവസം അവർക്ക് സ്കൂളിൽ ചെല്ലേണ്ടതാണ്. അവരുടെ പ്രധാന അധ്യാപകൻ അല്ല അധ്യാപിക ചോദിച്ചതും എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന്. എനിക്കാകുമ്പം എന്നോട് അങ്ങനെ ചോദിക്കാൻ ഒരു പ്രധാന അധ്യാപകനോ അധ്യാപികയോ ഇല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇത്രയും തുറന്നു പറയാം. അപ്പം ഈ മിണ്ടാൻ പറ്റാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ സമയം മാറ്റം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. മാറ്റങ്ങൾ വരണം. അത് ആലോചിച്ചും കണ്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചിട്ട് ആവട്ടെ. ഒരു സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിക്കാതെ തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം സമിതിയുടെ മാത്രം ഇഷ്ടപ്രകാരം നീട്ടിക്കൊണ്ടു പോകാതെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തുക. അതായിരിക്കും നല്ലത്.